വയനാട്ടിൽ കടുവാക്രമണമുണ്ടായ തുപ്രയിൽ വനം വകുപ്പ് പെട്ടെന്ന് തന്നെ ഒരു കൂട് സ്ഥാപിക്കാൻ സാധ്യത. കടുവ ആടിനെ ആക്രമിച്ചു കൊന്ന ചന്ദ്രൻ്റെ വീടിനോട് ചേർന്നാണ് ഈ വനം വകുപ്പിൻ്റെ കെണി വരാൻ പോകുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് വീണ്ടും ചേരുന്നു. സുർജിത്ത്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ. SK 2 കിലോമീറ്റർ ചുറ്റളവിൽ കടുവയുടെ സാന്നിധ്യം വീണ്ടും കണ്ടു എന്നുള്ള വിവരമാണ് വാർഡ് മെമ്പർ വഴി ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. ഏത് ഭാഗത്ത് നിന്ന് ഇവിടെ പഴശ്ശിരാജ കോളേജിനടുത്ത് അവിടെ സാധനമുണ്ട്. ഇപ്പം കണ്ട് നമുക്ക് വേണ്ടപ്പെട്ട ആളാണ് കറക്റ്റായിട്ട് വിളിച്ച് പറഞ്ഞേക്കണത്. ഇന്ന സ്ഥലത്ത് സാധനം ഉണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. അവരിപ്പോൾ അങ്ങോട്ട് പുറപ്പെട്ടു. എന്തായാലും നാട്ടുകാർ പറയുന്നത് ഇക്കാര്യമാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിവരം അറിയിച്ചിട്ടുണ്ട്. ഇവിടെ കൂട് സ്ഥാപിക്കൽ അടക്കമുള്ള നടപടിയിലേക്ക് വനംവകുപ്പ് കടക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ വാസന്തി എന്ന് പറയുന്ന ഈ ചന്ദ്രൻ ചേട്ടന്റെ ഭാര്യയും ഈ സംഭവത്തിന് സാക്ഷിയായ ആളാണ്. എന്താണ് കണ്ടത് ശരിക്കും രാത്രി? എന്താ സംഭവിച്ചത്? ഞാൻ TV ന്യൂസ് കണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഒച്ചപ്പാട് കേട്ടത്. കൂട് പൊളിച്ചകത്ത് കയറിയത്. പെട്ടെന്ന് ജനൽ തുറന്നു നോക്കിയപ്പോൾ ഈ സാധനം ചാടി ഓടുന്ന കണ്ടു. ഞാൻ ഓടി വന്ന് വാതിൽ തുറന്നപ്പോഴേനും അകത്ത് കയറാൻ പറഞ്ഞു. ഞാൻ അപ്പോഴേനും അകത്ത് കയറി. അപ്പോഴേനും മെമ്പറെ എല്ലാവരെയും വിളിച്ച് അവരെല്ലാവരും അപ്പം തന്നെ വന്നു. അപ്പം ഞാൻ എന്നെ അപ്പുറത്തേക്ക് മോൻ്റെ വീട്ടിലേക്ക് മാറ്റിയിരുന്നു. ഇവരിവിടെ ഇരുന്നപ്പോൾ ആടിന് വേറൊരാടും കൂടി ഉണ്ട്. അതിനപ്പുറത്തേക്ക് കൊണ്ടുപോയപ്പോൾ അത് ഭയങ്കര കരച്ചിലായി ഇതിനെ കാണാനിട്ട്. അപ്പോൾ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. ഞാനും മോനൊക്കെ അവിടെ ആയിരുന്നു. അച്ഛനും സാറന്മാരും ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. പിന്നെ വന്നു എന്ന് എന്നോട് പറഞ്ഞു. രാവിലെ വന്നപ്പോൾ 2 പ്രാവശ്യം വന്നു എന്ന് പറഞ്ഞു. അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴേനും പോയി. നമ്മളെ മുറ്റത്ത് പാടൊക്കെ ഉണ്ട്, കാലിൻ്റെ പാടുണ്ട്. മുറ്റത്ത് കൂടിയാണ് പോയത്. പിന്നീട് വനംവകുപ്പുകാർ വന്നിട്ട് ഇവിടെ ക്യാമ്പ് ഈ റൂമിൽ നിന്നിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയായിരുന്നു അല്ലേ? അതെ, വനംവകുപ്പൊക്കെ ഞാൻ പോകുന്നതിൻ്റെ മുമ്പേ വന്നിട്ടുണ്ട്. എല്ലാവരും അപ്പം തന്നെ എത്തി. 12 മണിയായപ്പോഴേനും എല്ലാവരും എത്തിയിട്ടുണ്ട്. നാട്ടുകാരും എല്ലാവരും എത്തിയിട്ടുണ്ട്. എന്തായാലും വനംവകുപ്പ് സാധ്യമാവുന്നൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു 2 കിലോമീറ്റർ ചുറ്റളവിൽ ഈ കടുവയുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ള തരത്തിലുള്ളൊരു വിവരം വാർഡ് മെമ്പർ മുഖാന്തരം ഇവിടുത്തെ ആളുകൾക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിവരം അറിയിച്ചിട്ടുണ്ട്. അവർ ആ മേഖലയിലേക്ക് തിരിക്കുന്നു എന്നുള്ള വിവരമാണ്. ഡ്രോൺ അടക്കമുള്ള പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഇവിടെ കൂട് സ്ഥാപിക്കാനുള്ള നീക്കവും വനംവകുപ്പ് നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. SK. താങ്ക് യു. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ കാടുവയെ മയക്കുവെടി വെച്ച് പിടിക്കാൻ കഴിയട്ടെ. കാരണം ജനങ്ങളുടെ ഭീതി അകലട്ടെ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവർക്കൊന്നും ഉറക്കമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീടിൻ്റെ മുറിക്ക് തൊട്ടപ്പുറത്തുള്ള കൂട്ടിലുള്ള ആടിനെ പിടിച്ച് കൊലപ്പെടുത്താൻ ഈ കടുവയ്ക്ക് കഴിയുമെങ്കിൽ എന്തെല്ലാം കഴിയില്ല എന്ന് ആലോചിച്ച് ഉറക്കം വരാതെ കിടക്കുകയാണ്. അപ്പോൾ അവർക്ക് നിദ്രാവിഹീനമായ രാവുകൾക്ക് അറുതിയാകട്ടെ. ഡോക്ടർ അരുൺ സക്കറിയ കൃത്യമായിട്ട് മയക്കുവെടി വെച്ച് ഈ കടുവയെ പിടിക്കട്ടെ.